യശ്വന്ത് വർമ്മ കൈക്കൂലിക്കാരൻ അയാളുടെ കഥകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ വന്നു. അപ്പോൾ നമ്മളൊക്കെ അത് ആദ്യം കേട്ടപ്പോൾ വിചാരിച്ച് ഇയാൾ ഞെട്ടിപ്പോകുന്നു. എനിക്ക് ആ തോന്നലുണ്ടായില്ല. ഇപ്പോൾ അയാളെ ഇപ്പം ജസ്റ്റിസ് എന്ന് പറയാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടാണ്. അയാളെ ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇപ്പോൾ ഇയാൾ ചെയ്യുന്ന പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നറിയോ, സാധാരണ ഒരു കള്ളനുണ്ടല്ലോ, അവരെന്ത് ഡിഫൻസ് എടുക്കും, അതായത് എന്ത് പ്രതിരോധം ഒരു കേസിലെടുക്കും, ആ നിലയിലേക്ക് ഇയാൾ അതപ്പതിച്ചു എന്നുള്ളതാണ്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഈ കൈക്കൂലിയുടെ കാര്യത്തിന് ഇതിൻ്റെ പ്രശ്നമാവുമല്ലോ, മാത്രമല്ല ഇത് കണക്കൊന്നും കാണിച്ചിട്ടില്ല ഈ പണം ഇവിടുന്ന് കണ്ടെടുത്തെന്ന്. എൻ്റെ പണമല്ല എന്ന് ഇയാൾ പറയും. അയാളുടെ വീട്ടിൽ, അതായത് ഈ ഒഫീഷ്യൽ റെസിഡൻസിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇതിനോട് തന്നെ ചേർന്നതാണ്. പക്ഷേ ഇയാൾ പറഞ്ഞ ഒരു ഭിത്തി മൂലം അത് വേർതിരിച്ചിട്ടുണ്ടെന്നാണ്. പിന്നെ അയാളുടെ വെർഷൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് മൊത്തം അതിൽ കയറി ഇറങ്ങാം. അതായത് വഴി പോകുന്ന ഭിക്ഷക്കാർക്കൊക്കെ അവരെ ഇതിൽ വല്ലതും കിട്ടുന്ന പണമൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇത്, ഈ സ്റ്റോർ റൂം. ഈ രീതിയിലാണ്. അപ്പോൾ ഇത് ആരാ വിശ്വസിക്കുന്നത് ഇത് കേട്ടാൽ? പക്ഷേ നമ്മുടെ നിയമത്തിൻ്റെയും ഒക്കെ തെളിവിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഇങ്ങനല്ലേ. നമ്മുടെ തെളിവ് നിയമം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇതുപോലുള്ള തെളിവൊക്കെ ചോദിക്കുമ്പോൾ ബദ്ധപ്പാടാണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയും, ഇയാളുടെ ഔട്ട് ഹൗസിൽ നിന്ന്, ഇയാളുടെ കൂടെയുള്ള അത് ഇന്ന് ആ സ്റ്റോർ റൂമായിട്ട് യൂസ് ചെയ്യുന്ന ഭാഗത്തു നിന്ന് ഇതിനകത്ത് ചാക്ക് കെട്ടുകളിനകത്ത് നോട്ടുകളൊക്കെ വെച്ചിരുന്നു. ഇത് വലിയൊരു, ഇന്ന് ഇത്രയും നോട്ട് ഇങ്ങനെ വെക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ കുഴപ്പമാണ്. കാരണം ഈ 2000 നോട്ടെന്ന് പറയുന്നത് അങ്ങ് വിഡ്രോ ചെയ്തു. ഇപ്പം 2000 നോട്ട് വിഡ്രോ ചെയ്തത് കാരണം എന്താ കാര്യം എന്നറിയോ, 500 രൂപ നോട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 2000 സ്ഥലത്ത് 4 500 രൂപ നോട്ട് വേണ്ടി വരും. അപ്പോൾ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ മറ്റേ 2000 ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ 50 എണ്ണത്തിൻ്റെ ഒരു കെട്ട് മതി, അല്ലെ 100 ആണെന്നെങ്കിൽ 2 ലക്ഷം രൂപ ആയി. ഇത് നേരെ മറിച്ച് ഈ ഇപ്പോൾ 500 ആണെങ്കിലോ, 500 നോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 ഉള്ള 2 കെട്ട് വേണം 1 ലക്ഷം രൂപ ആവാൻ. മറ്റേത് 2 ലക്ഷം രൂപയ്ക്ക് ഒരൊറ്റ കെട്ട് മതി, 2000. അങ്ങനെ ഒരു വലിയ ചതിവ് ചെയ്ത് കളഞ്ഞു അദ്ദേഹം കേട്ടോ. അത് കാരണം എന്താണെന്നറിയോ, ആ വേണ്ട സ്ഥലത്താണെങ്കിലും വളരെ കുറച്ച് കെട്ടുകളോട് കാര്യം നടക്കും. ഇതിപ്പോൾ 15 കോടി രൂപ, 15 കോടി രൂപയ്ക്ക് യഥാർത്ഥത്തിൽ 3000 കെട്ട് വരും. ഈ 3000 കെട്ടെന്ന് പറയുന്നത് ഇത് നോട്ടെന്ന് പറഞ്ഞാൽ ചാക്കിനകത്തല്ലേ വെക്കാൻ പറ്റുള്ളൂ. അതിന് അയാളെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അയാൾക്ക് വേറെ മാർഗമില്ലാതെ അയാളെ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അയാൾ പറയുന്നത് എന്താണെന്നറിയാം, ഇതൊക്കെ തുറന്ന് കിടക്കുകയാണ്, നാട്ടുകാരെല്ലാം കയറി ഇറങ്ങുന്ന സ്ഥലമാണ്, ആർക്കും കയറി വരാം. അത് കൊള്ളാമല്ലോ. എന്തായാലും ഇന്ന് ഇയാൾ അതിൽ കൊണ്ടുവച്ചിട്ട് ഇവിടെ പാവങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു, അണ്ട് ഇന്നതാണ്ട സ്റ്റോർ റൂമിൽ എല്ലാവർക്കും കയറാവുന്ന അവിടെ അത് ഇതൊക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കയറി, നാട്ടുകാർ കയറി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടേ. അതും ചെയ്തില്ല, ഇത് കത്തിച്ച് കളഞ്ഞു. ഇനി ഇതെന്താ, ഇത് എങ്ങനെ ഇയാൾക്ക് പറയാൻ പറ്റും? അയാൾ പറഞ്ഞ എന്താണെന്നറിയാം, അയാൾ വന്നു 15-ാം തീയതി രാവിലെ, ഈ 15-ാം തീയതി വൈകുന്നേരം ഇയാൾ എത്തി. ഇയാളുടെ മകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇയാൾ അത് ഈ ഫോൺ ഫെസിലിറ്റിയൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, അത് കാരണം അയാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 15-ാം തീയതി രാവിലെ ഇവിടെ എല്ലാം അങ്ങ് വൃത്തിയാക്കി. എന്താ കാര്യം? വൃത്തിയാക്കിയത് ഇതിന് തെളിവ് നശിപ്പിക്കണം. അത് ഇന്ത്യൻ പീനൽ കോഡിലെ 201 എന്ന് പറയുന്നത് ഇപ്പോൾ തത്തുല്യമായ വകുപ്പ് നമ്മുടെ BNS-ലുണ്ട്. അതനുസരിച്ചുള്ള ഒഫൻസാണ്. സ്ക്രീനിങ് ആൻ ഒഫൻഡർ ഫ്രം ലീഗൽ പണിഷ്മെൻറ്റ്. അതിനുള്ള തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു ഒഫൻസാണ്. അപ്പോൾ അതേപോലെ എന്താ ഇത് ഒഫൻസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ നോൺ സോഴ്സ് ഓഫ് ഇൻകം, അറിയപ്പെടുന്ന സോഴ്സിൽ നിന്നല്ലാതെ ഉള്ള ഇൻകം അയാളെ വരുന്നു. ഈ 15 കോടി രൂപ എവിടുന്ന് കിട്ടിയെന്ന് ഇയാൾ പറയണം. അതിന് ഇൻകം ടാക്സ് കൊടുത്താണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇയാളെ വീട്ടിൽ നിന്ന് പിടിക്കുന്നതാണ്. അത് അയാൾ പറയും ഔട്ട് ഹൗസ് ആണ്, മറ്റേതാണ്, ഒരു ഭിത്തിയുടെ വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസം. ഒരു ഭിത്തിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്ത് വ്യത്യാസമെന്നറിയോ? പക്ഷേ അയാളുടെ വീട്ടിലുള്ളവർക്കും അവിടുത്തെ അടുത്ത സ്റ്റാഫിനും ഒക്കെ മാത്രം കയറാവുന്ന ഒരു സ്ഥലമാണത്. അല്ലാതെ നാട്ടുകാർക്കൊന്നും കയറി ഇറങ്ങാവുന്ന ഒരു സ്ഥലമൊന്നുമല്ല ഇയാൾ ഈ പറയുന്ന പോലെ. പിന്നെ പറഞ്ഞ എന്താണെന്നറിയോ ന്യായം, ഇത് എല്ലാം ക്ലീൻ ചെയ്തല്ലോ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് അങ്ങ് ധൈര്യമായി സംഭവം. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞൊക്കെയാണ് ഇത് നമ്മുടെ ചീഫ് ജസ്റ്റിസിനെയൊക്കെ ഈ കമ്മീഷണറൊക്കെ വിളിച്ച് അറിയിക്കുന്നത്. അതിനിടയിൽ ഇയാൾ കെട്ടാവുന്നവരെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതാണ് ഈ ഫയറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ പറഞ്ഞേക്കുന്നത്. ഞങ്ങളൊന്നും കണ്ടെടുത്തില്ല എന്ന് പറഞ്ഞാൽ കണ്ടോണ്ടെടുത്തല്ല, കാണാതെ അങ്ങ് എടുത്തതാണ്, അത്രയേ ഉള്ളൂ. അവിടെ തീ അണയ്ക്കുന്നവന്മാരെല്ലാം മുഴുവൻ ഇത് കാണിച്ച് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അത് കമ്മീഷണർ ചീഫ് ജസ്റ്റിസിന് കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം 2 ദിവസം കഴിഞ്ഞാൽ കൊടുത്തേക്കുന്നത്. അതായത് 10-17 മണിക്കൂർ കഴിഞ്ഞാണ് ഇത് എത്തിച്ചേക്കുന്നത്. കാരണം അപ്പോഴത്തേക്ക് ഇതെല്ലാം ക്ലീനൊക്കെ ആക്കി റെഡിയാക്കാൻ പറ്റി. പക്ഷേ അതിനകത്ത് വെച്ച് ന്യൂസ് വെളിയിൽ പോയി
നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യക്കകത്ത് ഇത് വിശദമായിട്ട് അടിച്ചിഞ്ഞ് വന്നു. ഒന്നും ചെയ്യാൻ വയ്യ. ഉടനെ അത് പതുക്കെ അപ്പോൾ ഇതിന് തെളിവൊന്നുമില്ല, ഈ വീഡിയോ ഉണ്ടെന്ന് ഇയാൾക്ക് അറിയില്ല. അതിലാണ് അയാൾക്ക് പറ്റിപ്പോയത്. അയാൾ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അവിടെ നിന്നൊന്നും കണ്ടെടുത്തിട്ടില്ല, എൻ്റെ വീട്ടിൽ ആരും കണ്ടിട്ടില്ല, ഇവിടുത്തെ എൻ്റെ ഉദ്യോഗസ്ഥരെ കണ്ടിട്ടില്ല, ജോലി ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആ ശരി. അപ്പോൾ പതുക്കെ ഈ വീഡിയോ അങ്ങോട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു. അന്നേരം പറഞ്ഞു ഇതിൽ ഞാൻ ഗൂഢാലോചന സംശയിക്കുന്നുണ്ട്. ഇയാൾക്ക് ഗൂഢാലോചന നടത്തി ഇയാളുടെ ജോലി കളയിക്കാനേ 15 കോടി രൂപ ആരാണ്ട് അവിടെ കൊണ്ടുവച്ച് കത്തിച്ചെന്ന്. ഭാഗ്യത്തിൽ ഇനി പറയാൻ പോകുന്നത് എന്താണെന്നറിയോ, ഈ നോട്ടുകളെന്ന് പറയുന്നത് യഥാർത്ഥ നോട്ടൊന്നും അല്ല. ഇത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പണ്ട് വാങ്ങിച്ചു കൊടുത്തതാണ്. അവരൊക്കെ ബാങ്കിങ്ങിന് വേണ്ടി കളിപ്പിക്കാനാണ് വാങ്ങിച്ചു കൊടുത്ത എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് നോട്ടേ അല്ലത്, അത് പണമാണ് എന്ന് വേണമെങ്കിൽ ഇയാളെ പറയും. അത് ഇനി അടുത്തത് വരാൻ പോകുന്നതാണ്. കാരണം ഒരുപാട് ഡിഫൻസ് എടുക്കാമല്ലോ, ആ രീതിയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും കഴിഞ്ഞ് ഇനി ഉള്ള അത് പിന്നെ പറഞ്ഞേക്കുന്നത് എൻ്റെ വീട്ടിൽ ആരും കണ്ടിട്ടില്ല, ഇവിടെ ആരും കണ്ടിട്ടില്ല. എന്തായാലും ഇപ്പോൾ സംഭവം എന്താ അറിയോ, ഇത് ഇവിടുന്ന് തൂത്തുവാരി കൊണ്ട് വളരെ ദൂരെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ഈ കോമ്പൗണ്ടിൽ തൊട്ട് പുറത്തൊക്കെ കൊണ്ടുവന്ന് പലയിടത്തായിട്ട് ഇട്ടു. അവിടെ ഇട്ടപ്പോൾ എന്താ, അവിടെ നിന്ന് ഇങ്ങനെ പറന്നു പോവുക നോട്ടുകൾ, അതായത് ഭാഗങ്ങൾ കത്തിക്കരിഞ്ഞ 500 രൂപ നോട്ടിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ നടക്കുക. എന്ത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കുന്നു. ഒരു 500 രൂപ കത്തിപ്പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം അല്ല. ഇത് ഒരിക്കലും നമ്മളെ കൊണ്ട് ആലോചിക്കാൻ പറ്റുന്ന ഇതേപോലുള്ള കാട്ടുകള്ളന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അയാൾ നോക്കിയപ്പോൾ എന്താ, വീണ്ടും ഇരിക്കണം. കാരണം ഈ ഇപ്പം കിട്ടിയ കുറേ അങ്ങ് പോയല്ലോ. ഈ സ്റ്റോർ റൂമിനകത്ത് ഇത്രയും 5-8 ചാക്കിനകത്ത് ഇത് കെട്ടിവെച്ച് ഈ പോവെങ്കിൽ കെട്ടിവെച്ച് അവിടെ ഇട്ടേക്കാം. കാരണം അവിടെ സൂക്ഷിച്ചു നല്ല സൗകര്യമാണ്, ആരും സംശയിക്കത്തില്ല. അവിടെ ഈ പഴയ സാധനങ്ങളൊക്കെ വെക്കുന്നതിൻ്റെ ഇടയിലോട്ട് ഇത് കയറ്റി വെച്ചാൽ മതി, ഒന്നുമില്ല. ആരാ സംശയിക്കുന്നത്, ആരും ഒന്നും എടുക്കത്തില്ല അതിനകത്തുനിന്ന്. അപ്പോൾ വളരെ ബുദ്ധിപരമായിട്ട് ചെയ്താൽ ഇയാൾ ഇവിടെ കൊണ്ടുവെക്കാമെങ്കിൽ വേറെ എവിടെയൊക്കെ ഇയാൾ പണം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇയാൾ പുറപ്പെടുവിച്ചേക്കുന്ന എല്ലാ ജഡ്ജ്മെൻറ്റുകളും യഥാർത്ഥത്തിൽ പുനഃപരിശോധിക്കണം. വലിയ സ്റ്റേക്കുള്ള മാറ്റർ അതാണ് ഇയാൾക്ക് വന്നേക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു കേസാണ് നമ്മുടെ ഈ സ്പൈസ് ജെറ്റിൻ്റെ കേസ്. കലാനിധി മാരനെതിരെയുള്ള ആ മാറ്റർ വന്നു കഴിഞ്ഞപ്പോൾ കലാനിധി മാരൻ കൊടുത്ത ഇതാണ് ആർബിട്രേഷൻ അവാർഡാണ്. അയാൾക്ക് 579 കോടി രൂപ കൊടുക്കാനായിട്ട് സ്പൈസ് ജെറ്റിനോടത്ത് ഓർഡർ വന്നു. അത് എടുത്ത് ഇവിടെ കൊണ്ടിട്ടു ഇയാളുടെ മുമ്പിൽ ആണ്. അതെടുത്ത് ക്വാഷ് ചെയ്ത് ഈ അവാർഡ് ശരിയല്ല എന്ന് പറഞ്ഞ് റെഡിയാക്കി ദൂരെ കളഞ്ഞു. എളുപ്പമുണ്ടല്ലോ ചെയ്യാൻ. ആ 579 കോടി ഇയാൾക്ക് എത്ര രൂപ കിട്ടിക്കാണും? ഇപ്പം സ്പൈസ് ജെറ്റിന് അത്രയും ലാഭം ഉണ്ടാക്കി കൊടുത്ത ഇതേപോലുള്ള ധാരാളം കേസുകളാണ് ഇയാളുടെ മുമ്പിൽ ഈ വലിയ സ്റ്റേക്കുള്ള മാറ്റർ വന്നിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ആ ജഡ്ജ്മെൻറ്റുകളെല്ലാം യഥാർത്ഥത്തിൽ റെക്കോർഡ് ചെയ്യണം. പക്ഷേ അതുപോലെ ഇത്രയും നാളത് പോയില്ലേ, അതിൻ്റെയൊക്കെ നഷ്ടം ആര് കൊടുക്കും? ഇതുകൊണ്ട് ഒരു ജഡ്ജി എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ ദൈവം ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട ആളാണ്. ഇതേപോലുള്ള ഈ പണം വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്നവന്മാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇയാൾ ഒറ്റപ്പെട്ട സംഭവം, ഇയാൾ മാത്രമൊന്നുമല്ല, വേറെ ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ ഈ യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ആള് അയാൾ ഒരുപാട് സമ്പാദിച്ചു കാണും. വളരെ അയാളുടെ ബന്ധുക്കളുടെ എല്ലാ പേരിലും ഒക്കെ ഒരുപാട് ചെയ്ത് ഇത് ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ സംഭവിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് ഞാൻ ശ്രീ നരേന്ദ്രമോദിയുടെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വന്നത്. കാരണം ഈ 2000-ന്റെ നോട്ട് വിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും കെട്ടൊന്നും വേണ്ടായിരുന്നു. അയാൾക്ക് അതല്ലാതെ വെക്കാനുള്ള സൗകര്യം കിട്ടിയത്. അതിന് വരെ ഈ 4-5 ചാക്കും എല്ലാം കൂടെ ആയി, എല്ലാം കൂടെ അതിൽ നിന്ന് ഒത്തിരി കത്തിപ്പോയില്ലേ, കഷ്ണമായിപ്പോയി. 15 കോടി രൂപ ഉണ്ട്. ഇത് 15 ആയിരിക്കത്തില്ല. ഇത് ബാക്കി ഇതൊക്കെ കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഇയാൾ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ടാണ് ഇയാൾ പറയുന്നത് ഇത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടപ്പോൾ പറയുക ഗൂഢാലോചന, തേങ്ങാക്കൊല. ഒരു ഗൂഢാലോചനയല്ല ഇത്. ഇയാളെയൊക്കെ സർവീസിൽ നിന്ന് പറഞ്ഞു വിടണം. അതിനുള്ള മാർഗമാണ് ചെയ്യേണ്ടത്. ഇയാൾ ഏതായാലും ഒരു നല്ല കാര്യം ചെയ്തത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു നല്ല കാര്യം ചെയ്ത് ഇയാൾക്ക് ഇനി ജുഡീഷ്യൽ വർക്കൊന്നും അസൈൻ ചെയ്തെന്ന് പറഞ്ഞു. അത് നല്ലതാണ്. പക്ഷേ അസൈൻ ചെയ്യാതെ ഒരു ജോലിയും ചെയ്യാതെ ഇരുന്ന് അവസാനം ഇറങ്ങിപ്പോകുന്നവരെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ളവന്മാരുണ്ട്. ഇതുപോലെ അവന്മാർ അവിടെ ഇരുന്ന് റിട്ടയർ ചെയ്യുന്നവരെ അങ്ങനത്തിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ ആകരുത് ഇയാളുടെ കാര്യം. ഇയാളെ ഇന്ന് കർശനമായിട്ട് ഇത് ചോദിക്കണം, വാങ്ങിക്കണം. അയാളെ തരുന്നില്ലെങ്കിൽ ഇംപീച്ച്മെൻറ്റിലേക്ക് പോകണം. ഇയാൾക്ക് പറയാനൊന്നും ഒരു ന്യായവും ഇല്ല. ഒന്നും പറയാൻ പറ്റത്തില്ല ഇയാൾക്ക്. ആ രീതിയിലായിരിക്കണം അന്വേഷണം. ശരിയായ രീതിയിൽ വരണം, റിപ്പോർട്ട് വരണം. വന്നിട്ട് അതിന് ശേഷം അതിന് വേണ്ടി കർശനമായ നടപടി വേണം. അതാ വേണ്ട. ഇയാളെ ഇംപീച്ച് ചെയ്യണം. എന്നാലേ ഇയാൾ ഇറങ്ങിപ്പോകുള്ളൂ. ഇയാൾക്ക് ഇറങ്ങിപ്പോകാനുള്ള ആഗ്രഹമില്ല എന്നുള്ളതാണ്
നമ്മളിപ്പോൾ മനസ്സിലാവുന്നത് ഉരുണ്ട് കളിക്കുന്നതിൻ്റെ കാരണം അയാൾക്ക് അവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ ആകരുത്. ഇങ്ങനെയുള്ളവന്മാർ ഒരു ദിവസം പോലും കണ്ടിന്യൂ ചെയ്യരുത്. ഇതുപോലുള്ള കള്ളനാണയങ്ങൾ വീണ്ടും വീണ്ടും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് കണ്ടുപിടിക്കണം. പിന്നെ ഇപ്പോൾ ഈ ബാറുമൊക്കെ ഇതിനു വേണ്ടി അങ്ങ് പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, കൈക്കൂലി വാങ്ങിക്കുന്നെങ്കിൽ വക്കീലന്മാരറിയാതാണ് വാങ്ങിക്കുന്നത്? അല്ലല്ലോ. ഇത്രയും കാശ് വാങ്ങിക്കുന്നത് അതിന് വക്കീലന്മാരറിയാതാണ്? ഒരിക്കലുമല്ല. ആ പലരും ഇതിന് ഒരു മിഡിൽ മാനായിട്ട് നിൽക്കും, മൂന്നാനായിട്ട് നിന്ന് കൊടുക്കും. അങ്ങനെയുള്ള വക്കീലന്മാർ ഉണ്ട്. എല്ലാ വക്കീലന്മാരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ചെയ്യത്തില്ല. നല്ല ലോയേഴ്സ് അത് ചെയ്യത്തില്ല. ഇല്ലാത്തവർ ഇത് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്, അങ്ങനെ ചെയ്യും. അതുകൊണ്ട് ഇത് ഇവർക്കൊന്നും അറിയാം. പിന്നെ ഈ കൂടുള്ള ജഡ്ജിമാർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് നമ്മുടെ കൂടെയുള്ള കള്ളന്മാരാരാണെന്നുള്ളത് മണത്തറിയാൻ പറ്റും. നമുക്ക് ഉറപ്പാണ്. അവൻ്റെ നടപ്പ്, പോക്ക്, വരവ് ഇതെല്ലാം കാണുമ്പോൾ നമുക്കറിയാം എന്തുവാണെന്ന്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ കൂടെ ഉള്ള ഒന്ന് രണ്ട് പേര് ഇതേപോലെ വഴിവിട്ട അബദ്ധസഞ്ചാരം ഉള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആ സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ കീഴിൽ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം സബോർഡിനേറ്റ് ജുഡീഷ്യറിലൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെയുള്ളവരെയാണെങ്കിൽ നമുക്ക് പിടിച്ചു പെരുമാറാം. ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട് പലരെ. അവരിപ്പോഴും എൻ്റെ ശത്രുക്കളായി. എനിക്കധികം ഒന്നുമില്ല, വിഷമമില്ല. കാരണം നാടിന് വേണ്ടി ചെയ്തേക്കുന്നതാണ്. ഏതായാലും ഇങ്ങനെയുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയണം, പെട്ടെന്ന് അറിയണം. അവർ പേര് നടപടി വേണം. അത് ഞങ്ങൾക്ക് പിഴുതു, ഈ കളകളെ ഉണ്ടല്ലോ, വീഡിങ് ഔട്ട് എന്ന് പറയും, ഇത് പിഴുതെറിയണം. ഇല്ലെങ്കിൽ സിസ്റ്റം നന്നാവത്തില്ല. ഇതല്ലാതെ എനിക്ക് തന്നെ നേരിട്ട് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് എൻ്റെ ബോധ്യം എന്ന് പറയുന്നത് തെളിവാകുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് തെളിവുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഭയപ്പെടത്തില്ല അത് വിളിച്ച് പറയാൻ. ആളുകളുടെ പേര് തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ പറയും. പക്ഷേ അതിന് തെളിവില്ല എൻ്റെ ഭാഗത്ത്. എൻ്റെ ബോധ്യങ്ങളാണ്. നമുക്ക് മനസ്സിലാകുമല്ലോ. അപ്പം നമുക്ക് കൂടുള്ള ഒരാളെ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എന്താ നിങ്ങളുടെ ഈ തെളിവുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ തെളിവൊന്നുമില്ല. ഇല്ലാത്ത കാര്യം ഒരാളെക്കുറിച്ച് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് മാത്രം പറയാത്തതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് ബോധ്യമുള്ള ചില കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഏതായാലും ഈ യശ്വന്ത് വർമ്മയുടെ പേരിൽ ശരിയായ നടപടി തന്നെ വേണം. അങ്ങനെ ആകട്ടെ.